ഞാൻ രമ്യ ഹരിശങ്കർ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ എല്ലാവരും ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം സൈഡിലുള്ള ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് അവിൽ നനച്ചതാണ്. ഞാനിവിടെ രണ്ട് രീതിയിൽ കാണിക്കുന്നുണ്ട്. ഒന്ന് നമ്മൾ സാധാരണ അവിൽ നനച്ചെടുക്കുന്നതും, ഇതല്ലാതെ എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ഉണ്ട്, അതും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ അവിൽ എടുത്തിട്ടുണ്ട്. ഏകദേശം ഞാനിപ്പോൾ ഒരു 3 കപ്പ് അവിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ 1 കപ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കൊരു ഏകദേശം വീണ്ടും ഒരു 2 കപ്പ്. ഇതിൻ്റെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചൊക്കെ മാറ്റം വരുത്താം. ഞാനിപ്പോൾ ഏകദേശം ഒരു കണക്ക് പറയണമെന്നേ ഉള്ളൂ. ഒരു 3 കപ്പ് അവിൽ ഞാനിപ്പോൾ എടുക്കുന്നുണ്ട്. അപ്പോൾ അവിൽ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലോട്ട് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ സാധാരണ ഒന്നല്ലെങ്കിൽ പഞ്ചസാര ആഡ് ചെയ്യാം, ഇല്ലെങ്കിൽ വെല്ലം, അതായത് ശർക്കര ആഡ് ചെയ്ത് കൊടുക്കാം. ഏതാണോ സൗകര്യം അല്ലെങ്കിൽ ഏതാണോ ഉള്ളത് അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനപ്പോൾ ഈസി ആയിട്ട് പഞ്ചസാരയാണ് ആഡ് ചെയ്യുന്നത്. ഏകദേശം ഒരു 10-12 ടേബിൾ സ്പൂണോളം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് ഞാനൊരു 3-4 ടേബിൾ സ്പൂൺ തേങ്ങ ഫ്രഷ് ആയിട്ട് ചിരകി വെച്ചതാണ്, അത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. എത്ര തേങ്ങ നിറയെ ഇഷ്ടമാണെങ്കിൽ ഇനിയും ആഡ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര എല്ലാം മധുരം നോക്കിയിട്ട് ഇഷ്ടമുള്ള പോലെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലിപ്പോൾ വലിയ അളവൊന്നും പറയാനൊന്നുമില്ല, ജസ്റ്റ് ഒരു ഐഡിയ കിട്ടും. ബാക്കി പിന്നെ നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടം അതനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം. എല്ലാവർക്കും അറിയുന്ന റെസിപ്പിയാണെന്ന് എനിക്കറിയാം, പക്ഷേ എന്നാലും കാണിച്ചു എന്നേ ഉള്ളൂ. ഞാൻ അതിലോട്ട് ഒരു 2 സ്പൂൺ പാല് കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ഇതിലോട്ട് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാറില്ല, വെള്ളം ഒഴിച്ചു കൊടുക്കാറില്ല. കാരണം എനിക്ക് ആ വെള്ളത്തിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ പാൽ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായി കൈ കൊണ്ട് നന്നായി തിരുമ്മിയെടുക്കുകയാണ്, നന്നായി ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ആ പാലിൻ്റെ നനവ് കൊണ്ട് പഞ്ചസാരയും പിന്നെ ആ തേങ്ങയുടെ ഒരു മോയ്സ്ചർ ഉണ്ടല്ലോ, അതുകൊണ്ട് നന്നായി മിക്സ് ആയിട്ട് വന്നോളും. ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ അവിൽ നനച്ചത്. ഇതൊന്ന് നന്നായി ഒന്ന് കുഴച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടപ്പോൾ കഴിക്കാം. ഓക്കെ, ഇതൊക്കെ ഇപ്പം തന്നെ കഴിയുണ്ടോ, ഉണ്ടാക്കി കഴിഞ്ഞ ഉടനെ പെട്ടെന്ന് കഴിയുന്ന സാധനങ്ങളാണ് ഇതെല്ലാം. ഇത് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇനി കൈയൊന്ന് കഴുകിയിട്ട് എനിക്കിഷ്ടപ്പെട്ട കോമ്പിനേഷൻ കൂടെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഞാനിവിടെ ഒരു പഴം എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ചെറുപഴമാണ്, അതായത് പാളയംകോടൻ പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഞാനൊന്ന് മാഷ് ചെയ്ത് കൊടുക്കുകയാണ്. ഒന്നല്ലെങ്കിൽ ഫോർക്ക് കൊണ്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടോ നന്നായി ഒന്ന് കുഴച്ച് കൊടുത്താൽ മതി. നന്നായി കുഴച്ചെടുക്കുക. ഇതിൽ സാധാരണ പഴം കട്ട് ചെയ്തിട്ടാണ് കഴിക്കുന്നത്, അങ്ങനെയും കഴിക്കാറുണ്ട്. പക്ഷെ എനിക്ക് കുഴച്ചിട്ട് അതിൻ്റെ ഒപ്പം അവിലിൻ്റെ ഒപ്പം മിക്സ് ചെയ്ത് കഴിക്കാനാണ് എനിക്കിഷ്ടം. ഞാനേ നോക്കിയപ്പോൾ ഒരു പഴം പോരാ, അതുകൊണ്ട് ഞാൻ ഒരു പഴം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. നന്നായി കുഴച്ചെടുക്കുക. ഫോർക്കെല്ലാം മാറ്റി ഞാൻ കൈ കൊണ്ട് തന്നെ കുഴയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നന്നായി മാഷായിട്ട് വരും, അതിന് വേണ്ടിയിട്ടാണ്. കണ്ടുവല്ലോ, ഒരുപാട് മാഷ് ആയിട്ടില്ല, ചെറിയ പീസസ് എല്ലാം കിടക്കുന്നുണ്ട്, ചെറിയ പീസസ് ഒക്കെ കിടക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച അവിൽ നനച്ചെന്ന് കുറച്ച് ഏകദേശം ഒരു 1/2 കപ്പോളം ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് അവിൽ നനച്ചത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും ട്രൈ ചെയ്ത് നോക്കൂ. സാധാരണ അവൽ നനച്ചതിൽ പഴം കട്ട് ചെയ്തിട്ട് കഴിക്കാറുണ്ട്, ഇങ്ങനെ കുഴച്ചിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടോ?
ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ ആരെങ്കിലും ഇതേമാതിരി ഈ കോമ്പിനേഷനിൽ ആരെങ്കിലും കഴിക്കണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അവൽ നനച്ചത് വിത്ത് പഴം റെഡി ആയിട്ടുണ്ട്. മറ്റേതും റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. രണ്ടും ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് കൂടെ പറയണം. ഞാൻ പറഞ്ഞ മാതിരി പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് പൊടിച്ചിട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് കൈ കൊണ്ടൊന്ന് മാഷ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയിക്കോളും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാനിത് കഴിക്കാൻ പോവാണ്. എൻ്റെ ഫേവറേറ്റ് ഞാൻ കഴിക്കാൻ പോകണം. മറ്റേത് ഞാൻ ഹസ്ബൻഡിന് കൊടുക്കാൻ പോവാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും നാളെ കാണാം. ബൈ ബൈ.